നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ ടു FC ബാഴ്സലോണ. കുറച്ച് ദിവസങ്ങളായിട്ട് ഈ വാർത്ത ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടപ്പുണ്ട്. ഇപ്പോൾ ആ കാര്യത്തിൽ കൂടുതൽ വ്യക്തതയൊക്കെ വരുന്നു. ഈ കാര്യത്തിൽ ജോൻ ലാപ്പോർട്ടയുമായിട്ട് ചർച്ച ആരംഭിച്ചു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. ബ്രസീലിയൻ മാധ്യമങ്ങൾ ഇത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡേവിഡ് ഓൺസ്റ്റീൻ ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്നുമുണ്ട്. നമ്മളൊക്കെ അതൊക്കെ ഒന്ന് പരിശോധിക്കാൻ ആദ്യം വിക്ടർ നോഹി പറഞ്ഞ കാര്യത്തിലേക്ക് പോകാം. അതിൽ അദ്ദേഹം പറയുന്നത് നെയ്മർ ജൂനിയറുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് 2026 വേൾഡ് കപ്പിലേക്ക് മികച്ച രൂപത്തിലെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഒരു സീസണിൽ FC ബാഴ്സലോണയിൽ ഫ്രീ ഏജൻ്റായിട്ട് വന്ന് കളിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നു. ഓൾറെഡി ബാഴ്സലോണ അധികൃതരെ നെയ്മറുടെ അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് നെയ്മർ ക്യാമ്പ് നൗ നിറക്കും, നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാൻ നെയ്മർ ജൂനിയർക്കാവും എന്നുള്ളതാണ്. അപ്പോൾ സമ്മർ ട്രാൻസ്ഫർ മൂവ്, ഫ്രീ ഏജൻ്റായിട്ട് സമ്മർ ട്രാൻസ്ഫറിൽ ബാഴ്സലോണയിലേക്ക് എത്തുക എന്നത് തന്നെയാണ് നെയ്മറും അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങളും ആഗ്രഹിക്കുന്ന കാര്യം. അതേസമയം ഇതിൽ തീരുമാനമെടുക്കേണ്ടത് FC ബാഴ്സലോണയാണ്. ഡേവിഡ് ഓൺസ്റ്റീൻ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് നെയ്മർ ഡ്രീംസ് ഓഫ് റിട്ടേണിംഗ് ടു ബാഴ്സലോണ. ഓൾറെഡി സഹാവിയും ലാപ്പോർട്ടയും തമ്മിൽ സ്ട്രോങ് റിലേഷൻഷിപ്പ് ഉണ്ട്. അവർ പ്രാഥമികമായിട്ടുള്ള ഡിസ്കഷൻസ് ഈ വിഷയത്തിൽ നടത്തി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പം ഏർലി ഡിസ്കഷനാണ്, ഒരു പ്രാഥമിക ഡിസ്കഷൻസ് മാത്രമാണ് നടന്നിട്ടുള്ളത്. എന്നാൽ പോലും സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നെയ്മറെ തിരികെ എത്തിക്കുന്നതിനെക്കുറിച്ച് ബാഴ്സലോണയും ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നു. നെയ്മറുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ബാഴ്സലോണയിലേക്കുള്ള മൂവ് തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഡേവിഡ് ഓൺസ്റ്റീൻ്റെ റിപ്പോർട്ട്. അതേസമയം മറ്റു ചില സ്പാനിഷ് മാധ്യമങ്ങളുടെ ജേർണലിസ്റ്റുകൾ പറയുന്നത് ഇങ്ങനെ ബാഴ്സലോണയുടെ അധികൃതർ നെയ്മറെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിച്ചാലും പക്ഷേ ഹൻസി ഫ്ലിക്ക് അതിനെ സമ്മതിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ്. എന്നാൽ പോലും നെയ്മർ ജൂനിയർ ആഗ്രഹിക്കുന്നു തിരികെ ബാഴ്സലോണയിലേക്ക് എത്താൻ. അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള ചർച്ചകൾ ഒരു ഭാഗത്തുകൂടി നടക്കുന്നു. എല്ലാം ശുഭമാണ്, നെയ്മർ നേരെ ഇതാ ബാഴ്സലോണയിലേക്ക് എന്നല്ല. ഒരുപാട് കാര്യങ്ങൾ ഇതിന് ചുറ്റും സംഭവിക്കേണ്ടതുണ്ടെങ്കിൽ മാത്രമേ നെയ്മർ ബാഴ്സയിലേക്ക് എത്തൂ. പക്ഷേ അതൊന്നും ഇമ്പോസിബിളായിട്ടുള്ള കാര്യമല്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആരാധകർ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.